അമ്മയ്ക്ക് ഈ മാല ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് നിലവിളക്ക് നിറപറയും സാക്ഷിയാക്കി അമ്മയുടെ കഴുത്തിലിട്ട് തന്ന താലിമാലയാ. ഇത് ചന്ദ്രയുടെ കയ്യിലിരിക്കുവായിരുന്നു ഇതുവരെ. ശരത്തിനെ ജയിലിൽ നിറക്കാൻ ഇത് വിൽക്കാൻ വേണ്ടി അമ്മ അവളെ ഏൽപ്പിച്ചതായിരുന്നു. ഇത് ഞാൻ തിരിച്ചു പിടിച്ചതാ. ഈ മാല പാർവതിക്ക് കൊടുക്കണ്ട. ഇതിന്റെ യഥാർത്ഥ അവകാശി ഞാനാ. അങ്ങ് അന്നേക്ക്. ഇതിന്റെ മൂല്യം എത്ര വലുതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് തിരിച്ചു കൊണ്ടുവന്നത്. ഇനി ഒരിക്കലും ഈ മാല അമ്മ ആർക്കും കൊടുക്കരുത്. ഇതെന്നും അമ്മയുടെ കഴുത്തിൽ തന്നെ കിടക്കണം. വരട്ടെ. എടുക്കാനാണല്ലോ. വക്കീല് ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കേസുകൾ കിട്ടിയേനെ. ഇപ്പോഴും എനിക്ക് കേസിന് ഒരു കുറവുമില്ലടാ. ഈ കുടുംബം കലക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ടേ വക്കീലിന്. എന്നാലും നിന്റെ അത്രയും വരുമോ? അക്കാര്യത്തില് നീയല്ലേ കൂടുതൽ മിടുക്കൻ. മിടുക്കൻ ഞാൻ തന്നെ. അതിന് മാത്രമല്ല, എല്ലാത്തിനും. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ. ഇനിയും കുറെ കൂടി വിശദമായിട്ട് മനസ്സിലാവും. എന്നാലും പറയേണ്ടത് പറഞ്ഞു തീർക്കണമല്ലോ. നീ എന്തിനാ താലിമാല ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മേടിച്ച് പോക്കറ്റിലിടണോ? ഞാനേ നീയല്ല. നിന്നെ പോലെ പെരുമാറാൻ എനിക്ക് പറ്റിയേയില്ല. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ ഏതെങ്കിലും ഭാര്യ താലിമാല എടുത്ത് വിൽക്കോ പണയം വിൽക്കോ വല്ലതും ചെയ്യോ? ചെയ്തെങ്കിൽ അത് തെറ്റു തന്നെയല്ലേ ചേർത്തെ? നീ മനഃപൂർവ്വം ഹീറോ കളിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തത്? നിനക്ക് ദേവിക വേണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതിനെ നീ അധികകാലമൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. നിനക്കുള്ള കത്തി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതാര് പ്രയോഗിക്കണമെന്ന് മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. പിന്നെ ഹീറോ നീയാണല്ലോ വില്ലൻ. എവിടെ ഒരു വില്ലൻ ഉണ്ടോ അവിടെ ഒരു ഹീറോയും ഉണ്ടായിരിക്കും. ഉണ്ടാവണ്ടേ? അതല്ലേ അതിന്റെ ഒരു ഭംഗി. നഷ്ടം മുഴുവനും നിനക്ക് മാത്രമായിരിക്കും. ദേവികയെ മറക്കണം. അങ്ങനെ ചെയ്താ നീ രക്ഷപ്പെടും. അല്ലെങ്കിൽ നീ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അത് താങ്ങാനുള്ള ശേഷി നിനക്കുണ്ടായെന്ന് വരില്ല. എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഇന്നുവരെ ഒരു ജീവിതത്തിലും വില്ലൻ ജയിച്ചിട്ടില്ല. ഹീറോയെ ജയിച്ചിട്ടുള്ളൂ. നയിക്കാൻ കഴിവുള്ളവനാ നായകൻ. അതുകൊണ്ട് താങ്ങാനുള്ള ശേഷി നീ ഉണ്ടാക്കിയാൽ മതി. അപ്പോ കാണാം. രാത്രിയില് യാത്രയില്ല. പാർവതി, നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഈ മാല ഇട്ട് തരാം. ആ മനോര, ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അങ്ങനെ തന്നെയാ വേണ്ടത്. നീ അങ്ങോട്ട് ചെല്ല് പാർവതി.
മനോഹരൻ പണ്ട് എങ്ങനെയാണോ നിന്റെ കഴുത്തിൽ ഈ മാല ഇട്ടു തന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇട്ടു തരും. മാലയിട്ട് തരാം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ മാല ഒരു ചന്ദ്രയ്ക്ക് കൊടുത്തു എന്ന് നീ പറയണം. അന്ന് വക്കീൽ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. വേറൊരു വഴിയില്ലാത്തോണ്ടാ ഞാനങ്ങനെ ചെയ്തത്. ശരത്തിനെ പോലുള്ള ക്രിമിനലിനെ പുറത്തിറക്കാൻ കെട്ടുതാലി പണയം വെച്ച് വക്കീലിന് കാശ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത്. അച്ഛാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വിചാരണയൊന്നും വേണ്ട. പാവമ്മ അച്ഛനെ മാല അങ്ങിട്ട് കൊടുത്തേക്ക്. മോളെ, ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിലെ മോളടക്കം ഈ വീട്ടിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അതെന്തോന്ന് പണിയാ മനോഹര? പോയ മാല തിരിച്ചു കിട്ടിയല്ലോ, ഇനി അത് അവക്കം കൊടുത്തൂടെ? ഒരിക്കൽ ഞാൻ ഇട്ടുകൊടുത്തതല്ലേ അമ്മേ? ആ എൻ്റെ സമ്മതം വാങ്ങാതെയല്ലേ എടുത്ത് ആർക്കോ കൊടുത്തത്. ഇനിയിപ്പോ ഈ മാല കൊടുത്തില്ലേലും കുഴപ്പമില്ല. ആ പാർവതി, വേണമെങ്കിലേ നിന്റെ നെറ്റിയിലെ സിന്ദൂരം അങ്ങോട്ട് മായിച്ചു. ഇനി സിന്ദൂരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. അച്ഛാ, വേണ്ട, മതി. ഇനിയും പാവമ്മയെ വിഷമിപ്പിക്കല്ലേ. മോൾ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാശില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ താലിമാല എടുത്ത് പണയം വെച്ചു. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ദിവസം ഉത്തരയായല്ലോ. എന്തുകൊണ്ടാ നീ ഈ വിവരം എന്നോട് പറയാൻ? ഓർത്തില്ല. ഓ, ഓർത്തില്ല. അപ്പൊ അത്രയ്ക്കും വിലയെ എനിക്ക് ഈ മാലയ്ക്ക് നീ കൽപ്പിച്ചിട്ടുള്ളൂ. പറ്റിപ്പോയി. തിരിച്ചു കിട്ടിയല്ലോ, ഇനി തന്നൂടെ? സൗകര്യമില്ല തരാൻ. വേണ്ടെങ്കി വേണ്ട, ഞാൻ ആ മാല കളഞ്ഞു പോയിന്ന് കരുതിക്കോളാം. ആ, അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം മാത്രമേ നീ ഈ മാലയ്ക്ക് കൊടുക്കുന്നു, ഇല്ലേ പാർവതി? അതെ. അയ്യോ, ഞാനിട്ട് തന്ന മാല വേറെത്തിനു വേണ്ടി തൊലച്ചതും പോരാ, അതിനെ ന്യായീകരിക്കുന്നോ?